നമസ്കാരം. അഖിൽ മാരാർ കുറച്ച് ദിവസങ്ങളായിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ പങ്കുവെക്കുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണാറുണ്ടോ? അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പദ്ധതിയെക്കുറിച്ചും അതിനകത്തുള്ള ഫണ്ടൊക്കെ എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കണം. കാരണം ഓരോ വ്യക്തിയും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ഒരു വ്യക്തത വരാൻ വേണ്ടിയിട്ട് ആ വീഡിയോസ് നല്ലപോലെ സഹായിക്കും. ഇപ്പം എല്ലാ കാര്യങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട് അഴിമതിയുണ്ട് അഴിമതിയുണ്ട് എന്ന്. പക്ഷെ എങ്ങനെയൊക്കെയാണ് അഴിമതി നടന്നത് എന്നുള്ള കാര്യത്തിന് വ്യക്തത തരാൻ വേണ്ടിയിട്ട് ആ വീഡിയോസ് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പ്രൂഫ് ഒക്കെ നിരത്തിയിട്ടാണ് പുള്ളിക്കാരൻ കാര്യങ്ങൾ പറയുന്നത്. അപ്പം അഖിൽ മാരാരുടെ ഈ ഒരു പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? എത്ര പേര് യോജിക്കുന്നുണ്ട്? അദ്ദേഹം ചെയ്യുന്നത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ ഒരു അഭിപ്രായം പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്നത് 100% ശരിയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു ദുരിതാശ്വാസ ഫണ്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്തെ ഓരോ രൂപയെക്കുറിച്ചും കണക്കുകൾ സഹിതം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള ഓരോ കുഞ്ഞിനും അവകാശമുണ്ട്. അത് എങ്ങോട്ട് പോയി, എങ്ങനെയൊക്കെ അത് വിനിയോഗിച്ചു, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പൈസ ചെലവഴിച്ചത് എന്നുള്ള കാര്യം ഈച്ച് ആൻഡ് എവരിതിങ് അറിയാനുള്ള അവകാശം നമ്മുടെ ഭരണപക്ഷത്തെക്കാട്ടിലും പ്രതിപക്ഷത്തെക്കാട്ടിലും മാധ്യമങ്ങളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ അവകാശം ആർക്കാണ്? ഈ നാട്ടിലുള്ള ഓരോ പൗരനും ഓരോ വ്യക്തിക്കും അത് അറിയാനുള്ള അവകാശമുണ്ട്. അപ്പൊ അത് ആ വ്യക്തികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു വ്യക്തി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണ് എന്ന് പറയാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ശരിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യം ചെയ്തത് കൊണ്ട് കുറച്ച് ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കാം എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ബെനിഫിറ്റുകളൊന്നുമില്ല. പിന്നെ കുറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും. ഇപ്പം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് കമന്റുകൾ ഇടുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആർക്കും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കാൻ വേണ്ടി സാധിക്കത്തില്ല. എത്ര പേര് ഒപ്പം നിൽക്കുമെന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ കാര്യത്തെക്കുറിച്ച് അറിയാൻ ഓരോ വ്യക്തികൾക്കും അവകാശമുണ്ട്. ഒരു ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗവൺമെന്റിന്റെ കടം തീർക്കാനോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ബാധ്യത ഇല്ലാതെയാക്കാനോ വേണ്ടിയിട്ടാണോ? അല്ല. അല്ലെങ്കിൽ ഗവൺമെന്റിന് പുതിയ പുതിയ പദ്ധതികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ ഇടുന്നത്? ഒരിക്കലുമല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ദുരിതബാധിതർക്ക് ഒരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ പൈസ ഇടുന്നത്, അല്ലേ? നമുക്ക് ദുരിതം സംഭവിച്ച നഷ്ടപ്പെട്ടു പോയവർക്ക് എല്ലാം ഒന്നും കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചെങ്കിലും ഒരാശ്വാസം, അവർക്ക് നഷ്ടമായതിന്റെ 50% നമുക്ക് നൽകാൻ കഴിയട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ഇടുന്നത്, ആണല്ലോ. ഇനി ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് വരുന്നത് ഏതൊക്കെ വഴിയിൽ നിന്നാണ്? ഒരു 50% എന്ന് പറയുന്നത് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ, സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന്, സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ കയ്യിൽ നിന്ന്, നടന്മാരുടെ കയ്യിൽ നിന്ന്, പിന്നെ വലിയ വലിയ കമ്പനികളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഒരു 50% പൈസ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടുന്നത്. അത് നമുക്ക് മുമ്പോട്ട് മാറ്റി നിർത്താം. ബാക്കിയുള്ള 50% എവിടെ നിന്നാണ് വരുന്നത്? ഈ കേരളത്തിലുള്ള ഓരോ സാധാരണക്കാരന്റെ കയ്യിൽ നിന്നുമാണ് വരുന്നത്. കേരളത്തിൽ 90% ആൾക്കാരും സാധാരണക്കാരാണ്. അന്നത്തെ വരുമാനത്തിൽ ജീവിക്കുന്നവരാണ്. അവരുടെ കയ്യിൽ ഒരുപാട് നീക്കിയിരിപ്പൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ അവരുടെ കയ്യിൽ ഉള്ളതിൽ നിന്ന് കുറച്ച് രൂപ അവർ ഈ ഒരു ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ്, ഒരു പ്രതീക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ദുരിതബാധിതർക്ക്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടതാണ്. ഇപ്പൊ വയനാടിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു മക്കള്, ഒരു കുഞ്ഞ് അതിന്റെ കമ്മൽ വിറ്റ് പൈസ കൊണ്ട് കൊടുക്കുന്നു. പിന്നെ വേറൊരു മോന് അവന്റെ കയ്യിലൊരു പെട്ടിയുണ്ട്, ഒരു കുടുക്കയുണ്ട്, ആ കുടുക്ക കൊണ്ട് കൊടുക്കുവാണ്. ആ കുടുക്ക അവൻ എന്തിനു വേണ്ടിയിട്ടാ സ്റ്റോർ ചെയ്ത് വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി, അവനൊരു കളിപ്പാട്ടം വാങ്ങിക്കാൻ വേണ്ടി. അപ്പൊ ആ കുടുക്കകത്തോട്ട് ഓരോ രൂപ അവൻ ഇടുമ്പോഴും അവന്റെ മനസ്സിൽ എന്ത് പ്രതീക്ഷയാണ്? ഇപ്പൊ സൈക്കിൾ കിട്ടുമല്ലോ, ഇത് നിറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് സൈക്കിൾ വാങ്ങിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ അവൻ ഓരോ രൂപയും സ്വരുക്കൂട്ടി വെച്ചതാണ്. ആ പൈസ ഇങ്ങനെ ഒരു ദുരന്തം വന്നപ്പോഴേക്കും അവിടേക്ക് കൊണ്ട് കൊടുക്കുവാണ്. ഒരു കുഞ്ഞിന്റെ മനസ്സിൽ എന്തൊക്കെ എന്തൊക്കെ ചിന്താഗതികൾ ഉണ്ടാകും? അവന്റെ മനസ്സിൽ ആകെ ഉള്ളത് ആ സൈക്കിൾ മാത്രമായിരിക്കും. ഓരോ ദിവസവും അതിനകത്തോട്ട് പൈസ ഇടുമ്പോഴും അവന്റെ മനസ്സിലുള്ളത് ആ സൈക്കിളാണ്. പക്ഷെ ആ പ്രതീക്ഷ അവൻ മാറ്റി വെച്ചിട്ട് അവൻ ഈ ദുരിതം ബാധിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവന്റെ ആ പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ അവന്റെ മനസ്സിന് എന്തൊക്കെയായിരിക്കും? അപ്പൊ അങ്ങനെ കുഞ്ഞു പിള്ളേർ വരെ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊണ്ട് നിക്ഷേപിക്കുന്നുണ്ട്. ആടിനെ വിറ്റ് പൈസ ഇടുന്നവരുണ്ട്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഈ വയനാട്ടിലെ സംഭവം ഉണ്ടായപ്പോൾ വേറൊരു വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ട, നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾ അവർ പറയുവാണ്, ഞങ്ങളുടെ ഒരു ദിവസത്തെ ശമ്പളം ഇതിലേക്ക് കൊടുക്കുവാണ്. അവർക്ക് എന്തിന്റെ ആവശ്യത്തിനാണ്? അവർക്കറിയാം അവരെ ഊട്ടുന്നത് ഈ നാടാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവരുടെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അവര് ആ ഒരു പൈസ കൊണ്ടാണ് ജീവിക്കുന്നത്. ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക 90% ആൾക്കാരും അങ്ങനെയാണ്. ഇനി സർക്കാർ ജീവനക്കാരുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഒരുപാട് ലോണുകൾ കാണും, ഒരുപാട് ബാധ്യതകൾ കാണും. അപ്പൊ ഈ ബാധ്യതകളൊക്കെ മാറ്റിവെച്ച് അവരുടെ കയ്യിലുള്ളതിന്റെ ഒരു പങ്ക് ഈ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു പ്രതീക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ദുരിതം ബാധിച്ചവർക്ക്.
അല്ലെന്നുണ്ടെങ്കിൽ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയാണ്, ഒരു തിരിച്ചറിവാണ്. നമ്മൾ ഒന്നും കെട്ടിപ്പിടിച്ച് വെച്ചിട്ട് കാര്യമില്ല, അതെ ഇങ്ങനൊരു ദുരന്തം വന്നു കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കും എന്നുള്ള ജനങ്ങളുടെ തിരിച്ചറിവിൽ നിന്നാണ് ഈ ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടാകുന്നത്. അപ്പൊ അതിനകത്ത് നിന്ന് കൈയിട്ട് വാരുക എന്ന് പറയുന്നത് എന്ത് മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഈ ഇരന്നു തിന്നുന്നവനെ തുരന്നു തിന്നുക എന്നൊക്കെ പറയും, ഒരു ഒരു ഫ്രേസ് ഉണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഓരോ വ്യക്തികളും സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി വെച്ച പൈസയിൽ നിന്ന് കുറച്ച് കുറച്ച് പൈസ ഈ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു? അത് മുഴുവനായിട്ടും ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ദുരിതബാധിതർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പൈസ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. ഇപ്പൊ നമ്മൾ 2018 ഫ്ലഡ് വന്നപ്പോൾ ഒരുപാട് ആൾക്കാരുടെ വീടുകൾ നശിച്ചു, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആദ്യത്തെ പ്രയോറിറ്റി എന്താണ്? നമ്മൾക്ക് ആ ദുരിതം ബാധിച്ചവർക്ക് അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി. ഇപ്പൊ വയനാടിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടു, വീടെന്നല്ല എല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ മൊത്തം നഷ്ടപ്പെട്ടു. ഇപ്പം 10 50 സെന്റും ഒക്കെ പേരിലുള്ളവരുണ്ടായിരിക്കാം, 50 സെന്റ് സ്ഥലവും വലിയ വീടും ഒക്കെ പേരിലുണ്ടായിരുന്നവരുണ്ടായിരിക്കാം. ഇനി അതൊന്നും ഇല്ല, അവർക്ക് അവിടേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇപ്പൊ അവരുടെ കയ്യിൽ സ്വന്തമായിട്ട് 50 സെന്റ് സ്ഥലം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇനി 1 സെന്റ് സ്ഥലം പോലും ഇല്ല. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്, അവർക്ക് സ്ഥലം കൊടുക്കാനും വീട് വെച്ച് കൊടുക്കാനും ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വീട് വെച്ച് കൊടുക്കാൻ രംഗത്ത് വന്നവരുടെ സ്ഥലം കൊടുത്തവരുടെ ഒന്നും കണക്ക് നമ്മുടെ കയ്യിലില്ല. അപ്പൊ എന്താണ്, ഇപ്പം അവിടെ ഒരു 100-150 കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഞാനൊരു ചെറിയൊരു കണക്ക് പറയാം, ഒരു ഉദാഹരണം പറയുക. 150 കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്, ഒരേക്കർ സ്ഥലമൊക്കെ വിട്ടുകൊടുത്തവരുണ്ട്. അപ്പം എന്തായാലും അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലമോ വീടോ ഒന്നും നമ്മൾ വെച്ചു കൊടുക്കില്ല. കുറച്ച് സ്ഥലം എടുത്ത് കുറച്ച് ചെറിയ ചെറിയ വീടുകളായിരിക്കും നമ്മൾ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ നാളെ ഗവൺമെന്റിന്റെ കണക്ക് വരുമ്പോഴെന്തായിരിക്കും? ഈ മൊത്തം വീട് വെച്ചു കൊടുത്തതും മൊത്തം സ്ഥലം കൊടുത്തതും ഗവൺമെന്റ് ആണ് എന്നുള്ള രീതിയിലായിരിക്കും കണക്ക് നമ്മുടെ മുമ്പിൽ നിരത്തുന്നത്. അപ്പൊ അതൊക്കെ ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ശരിയല്ല. അതിനെ ചോദ്യം ചെയ്യാൻ ഓരോ വ്യക്തികൾക്കും അവകാശമുണ്ട്. ഇവിടെ ഇപ്പം അഖിൽമാരാർ ഈ വീഡിയോ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇനിയിപ്പം ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ഇനി ഇതിനകത്ത് ഇടപെടേണ്ടത് നമ്മുടെ പ്രതിപക്ഷവും മീഡിയയും ഈ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരുമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതിനകത്തൊരു തിരുത്തുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു ഗവൺമെന്റ് അഴിമതി ഇല്ലാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ മാക്സിമം അഴിമതി ഇല്ലാത്തതൊന്നുമില്ല എന്നാലും ഒരു പരിധി വരെ അഴിമതി കാണിക്കാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ഭരണപക്ഷം അഴിമതി കാണിക്കാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കണം. പക്ഷെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു കുറവ് അതാണ്. കൃത്യമായിട്ട് പ്രതികരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം നമുക്കില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഭരണപക്ഷം ഇത്രയധികം അഴിമതി കാണിക്കുന്നത്. ഇനി അടുത്തത് മീഡിയക്കാർ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു പ്രശ്നമോ വിവാദമോ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രം അതിനകത്ത് ഇടപെടും, അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യും. അത് മാത്രമാണ് നമ്മുടെ മീഡിയക്കാരും ചെയ്യുന്നത്. ഇനി അത് കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പം ഒരു ഭരണപക്ഷമാണെന്നുണ്ടെങ്കിലും ആ ഭരിക്കുന്ന പാർട്ടിയുടെ അണ്ടറിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് നേതാക്കന്മാരുണ്ട്, അവരുടെ അണ്ടറിൽ ഒരുപാട് അണികളുണ്ട്. ഈ ആൾക്കാരും ഇതിനെതിരെ പ്രതികരിക്കണമെന്നുള്ളത്. അങ്ങനെ പ്രതികരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാർട്ടിയെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അങ്ങ് ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് അങ്ങ് ഫോളോ ചെയ്യുവാണ്. ആ പാർട്ടിയിലുള്ള വലിയ നേതാക്കന്മാരെ ആരെങ്കിലും കൊന്നാലോ തിന്നാലോ അതെല്ലാം ശരിയാണ് എന്നുള്ള ധാരണയിലാണ് നേതാക്കന്മാരുടെ കീഴിൽ ഉള്ള അണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അണികൾ ഇതിനെ ചോദ്യം ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല. നമ്മൾ വിശ്വസിക്കുന്നതായിരിക്കാം, നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാർട്ടി ആയിരിക്കാം. ആ പാർട്ടിക്കകത്ത് എന്തെങ്കിലും തെറ്റോ പോരായ്മകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മളായിരിക്കണം. നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംഭവമായിരിക്കാം, നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സംഭവമായിരിക്കാം. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ തെറ്റുകളോ അല്ലെങ്കിൽ അതിനകത്ത് ആരെങ്കിലും അഴിമതി കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ ആദ്യം മുന്നോട്ട് കാണിക്കേണ്ടത് അല്ലെങ്കിൽ രംഗത്ത് കൊണ്ടുവരേണ്ടത് ആരായിരിക്കണം? ആ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം. ഈ 3 കാര്യവും കേരളത്തിലില്ല. പിന്നെ എന്ത് ചെയ്യും? പിന്നെ എങ്ങനെ നന്നാവും എന്നാണ് വിചാരിച്ചിരുന്നത്? ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം വേണം, ഒരു ശക്തമായിട്ടുള്ള മീഡിയക്കാർ വേണം. ഇങ്ങനെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അഴിമതികളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഭരണപക്ഷത്തെ എതിർത്ത് നിൽക്കാൻ ശേഷിയുള്ളൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അഴിമതി കാണിക്കുന്നതിൽ നിന്ന് ഭരണപക്ഷം വിട്ടു നിൽക്കുകയുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷം ഉടനെ ഇടപെടും, അവിടെ വലിയ സമരങ്ങൾ വരും. ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ വലിയ സമരങ്ങളൊന്നും നമുക്ക് കേൾക്കാൻ പോലും ഇല്ല നമ്മുടെ നാട്ടില്. പ്രതിപക്ഷം ഒരു പയ്യപ്പോക്ക് നയം കാണിക്കുന്നു, ഒരു തടുപ്പം മട്ട് കാണിക്കുന്നു, എന്തെങ്കിലും ചെയ്തോട്ടെ, ഞങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പൈസ കിട്ടിയാൽ മതി എന്നുള്ള ധാരണയാണ്. മാധ്യമങ്ങളാണെങ്കിൽ വിവാദമായിട്ടുള്ള ന്യൂസുകൾ മാത്രം തേടി തേടി ആ ഒരു വഴിക്ക് പോകുന്നു. അതിനെക്കുറിച്ച് 24/7 റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മുടെ നാട് ഇനി നന്നാവണം എന്നുണ്ടെങ്കിൽ അഖിൽ മാരാരെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നേ പറ്റത്തുള്ളൂ. അഖിൽ മാരാർ ഒറ്റയ്ക്ക് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ ശബ്ദം അടപ്പിക്കാൻ പല ആൾക്കാരും പല വശത്തു നിന്നും പല ദിശയിൽ നിന്നും നോക്കിക്കൊണ്ടേയിരിക്കും.
പക്ഷെ ഒരുപാട് ദിശയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ അവർക്കത് ബുദ്ധിമുട്ടാകും. അവരുടെയൊക്കെ വായടപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും. അപ്പൊ ഇനി പല ആൾക്കാരായിട്ട് ഇനി ഇങ്ങനെ രംഗത്ത് വന്നെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേ അഴിമതികൾ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും.